ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി ചിപ്സാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടച്ചക്ക പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായി അരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കുറച്ച് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ കടച്ചക്ക നമ്മുടെ ഇവിടെ മസാല ഒക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച കടച്ചക്ക അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. എന്നാലേ നന്നായി മുരിഞ്ഞു വരുള്ളൂ. നമ്മുടെ കടച്ചക്ക ഇവിടെ ഇങ്ങനെ ചെറുതായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. മഴക്കാലത്തൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണിത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കടച്ചക്ക ഇവിടെ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു കോരിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കടച്ചക്ക വീട്ടിലുള്ളവരൊക്കെ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കട്ടൻ ചായയൊക്കെ കൂട്ടി കഴിക്കാം.